ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ്. വർക്ക് കുറച്ചുകൂടെ ഹാൻഡ് വർക്ക് സ്റ്റൈലാണെങ്കിലും ഫാബ്രിക് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് മുന്നേ. ഈ സോഫി സിൽക്ക് എന്ന് പറയും, അത് നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ്. സെമി സിൽക്ക് വേരിയൻ്റ് ആണ്. ഇത്രയും 4 കളർ ഷെയ്ഡ്സ് ഉണ്ട്. യോക്ക് ഇതുപോലെ വരുന്നുണ്ട്. ഫുള്ളും കുഞ്ഞ് ഷുഗർ ബീഡ്സ്, ബേസ് കളർ കോമ്പിനേഷനിൽ തന്നെ ഷുഗർ ബീഡ്സും കൊണ്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. നല്ലൊരു പീച്ച് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡിൽ ഇതുപോലെ ഫുൾ യോക്ക് പോർഷൻ ഫുള്ളും ഹാൻഡ് വർക്കാണ്. നല്ല വിഡ്ത്ത് ഉണ്ട് ഫാബ്രിക്കിന്, വിഡ്ത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട്. നല്ല ഫാബ്രിക്കുമാണ്. അത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫാബ്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട പ്യുവർ ഫാബ്രിക്കാണ്, അതായത് സെമി ടെസർ ബേസ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ദുപ്പട്ടയിൽ പോയേക്കുക. ടോപ്പിൻ്റെ അതേ കളർ ഷെയ്ഡ്സ് ആണ്. അതിലിതുണ്ടോ ഇതുപോലെ ത്രെഡ് വർക്ക്, കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള സെൽഫ് ടോൺ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്യുവർ ആണ് ദുപ്പട്ട ആണ് ലുക്ക്. ബ്ലൂ അല്ല, ഗ്രീൻ്റെ വേരിയൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ് കളർ എന്ന് പറയുന്നത് ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സീ ഗ്രീൻ്റെ ചൂടെ ഡാർക്കാണ്. ചെറിയ ഒരു ബ്ലൂവിൻ്റെ മിക്സ് ഉണ്ടെങ്കിലും ഗ്രീനാണ് ഹൈലൈറ്റഡ്. ഇതുണ്ടോ സെൽഫ് ടോണിൽ ഷുഗർ ബീഡ്സും അതിനിടയ്ക്കൂടെ ചെറുതായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ് ഇടയ്ക്കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളും ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ് ഇതിൽ മെയിൻലി പോയേക്കുക. ഇതുണ്ട് പ്യൂർ സിൽക്ക് ബേസ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് ടാസിൽസ് ഉണ്ട്. ദുപ്പട്ട ഇപ്പം മാക്സിമം വാഷ് ചെയ്തൊക്കെ പ്യൂർ ആയിട്ടുള്ള ദുപ്പട്ടയാണല്ലോ, അപ്പം വാഷ് ചെയ്തൊക്കെ നോക്കുക. ടോപ്പ് വാഷബിൾ ആണ്. നല്ല നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വർക്ക് ഹാൻഡ് വർക്ക് പാറ്റേൺ, അപ്പോൾ അടിച്ചത് ഇങ്ങനെ നനയ്ക്കില്ല, അല്ലാതെ വാഷബിൾ ആണ് ലുക്ക്. അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ടോണാണ്. ഇതുണ്ടോ നെക്ക് കട്ടി, നല്ല സ്പേസ് ഉണ്ട്. ആൻഡ് നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന ഇത് ഒരു സെമി യു നെക്ക്, പക്ക യു അല്ല റൗണ്ട് നെക്ക് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു നെക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തോട്ടും വർക്ക് പോയിട്ടുണ്ട്. ഫുൾ ഇങ്ങനെ ഒരു 6 ആക്ക് പാറ്റേണിലാണ് ഈ കുഞ്ഞു ഷുഗർ ബീഡ്സിൻ്റെ വർക്കും പോയിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ്, 4 ഷെയ്ഡ്സ് ആണുള്ളത്. ദുപ്പട്ട സിൽക്ക് ബേസ് ഫാബ്രിക്കിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഇതുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള അടിപൊളി വർക്ക് തന്നെയാണ് പോയിരിക്കുക. ടോപ്പിലും ദുപ്പട്ടയിലൊക്കെ സെൽഫ് ടോണുള്ള വർക്കാണല്ലോ. അങ്ങനെ ഇതാണ് ലുക്ക്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നുണ്ടല്ലേ. ഇത് നല്ല വിഡ്ത്തുണ്ട് ഫാബ്രിക്കിന്. ഈ ഒരു കളർ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ അങ്ങനെ അധികം കാണുവാത്ത ടൈപ്പ് ഒരു ഷെയ്ഡാണ്. ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതുണ്ട് ആ ഒരു ഷുഗർ ബീഡ്സ്. അതുകൊണ്ട് തന്നെ ദുപ്പട്ട ഉണ്ട്. ഈ കളർ അത്ര മാച്ചിങ് ആയിട്ടുള്ളത് സെയിം സിൽക്കിൽ കിട്ടാത്തത് കൊണ്ട് ദുപ്പട്ട ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ചന്തേരി ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തത്. അതിൽ ജസ്റ്റ് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കാണ് പോയേക്കുക. മുന്നേ കണ്ട 3 കളേഴ്സിലും സിൽക്കാണ്, പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ബേസ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയായിരുന്നു. ഇതിൽ നോർമൽ ചന്തേരി ബേസ് യൂസ് ചെയ്തിരിക്കുന്നു. എന്നാലും സോഫ്റ്റ് ആയിട്ട് കിടക്കും. ഇത് പിന്നെയും ഒരു ഡെയിലി വെയർ സ്റ്റൈലൊക്കെ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റൈലാണ് ഇതിലെ ദുപ്പട്ട എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കളേഴ്സ് 4 ഷെയ്ഡ്സിലാണ് ഈ ഒരു സെമി സിൽക്ക് ബേസ് ആയിട്ടുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റി സിൽക്ക് എന്നുള്ളൊരു ഫാബ്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഈ ഒരു ഫാബ്രിക്കിൽ നമ്മുടെ മേക്ക് ടു ഓർഡേഴ്സ്, നമ്മുടെ ഓൺ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ, 1295 പ്രൈസ്. താങ്ക് യു.